ഹലോ നമസ്കാരം. ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈന്തപ്പഴത്തിന്റെ ഗുണങ്ങളെ കുറിച്ചാണ്. ഈന്തപ്പഴത്തിന് ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുണ്ട്. നമുക്കറിയാം, ഈന്തപ്പഴം എന്ന് പറയുന്ന ഈ ഒരു ഡ്രൈ ഫ്രൂട്ട് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഗൾഫ് കൺട്രീസിലാണ്. ഗൾഫിലുള്ള ഒരുപാട് ഉഷ്ണമേഖല പ്രദേശമായതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ അവിടെ ഒരു കൃഷി ഇനമായിട്ട് തന്നെ വളർത്തി വരുന്നുണ്ട്. ഇതിലെ ഏറ്റവും കറുത്ത വെറൈറ്റീസ് ഓഫ് ഈന്തപ്പഴത്തിനാണ് ഏറ്റവും ഡിമാൻഡ് കൂടുതലും ഏറ്റവും ആരോഗ്യ ഗുണങ്ങൾ കൂടുതലുള്ളതും. അപ്പൊ നമുക്ക് ഇന്ന് അതിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഘടകങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത്, എത്ര ക്വാണ്ടിറ്റി നമ്മൾ കഴിക്കണം, അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ പൂർണ്ണമായിട്ടും വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യ സംരക്ഷണത്തിന് പറ്റിയ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് ഈ ഈന്തപ്പഴം എന്ന് പറയുന്നത്. നമുക്ക് ഡെയിലി നമ്മുടെ ഡയറ്റിൽ ഇത് ഉൾപ്പെടുത്താനായിട്ട് കഴിയുന്നതാണ്. ഇപ്പൊ പോഷക മൂല്യം പറയുകയാണെങ്കിൽ ഒരുപാട് വൈറ്റമിൻസ്, ന്യൂട്രിയൻസ്, അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനുള്ള ഘടകങ്ങൾ, ഇതൊക്കെ കൊണ്ടൊരു ഒരു കലവറ തന്നെയാണ് ഈ ഒരു ഈന്തപ്പഴം. അപ്പൊ ഇതിൽ എന്തൊക്കെ ഘടകങ്ങളാണ് അടങ്ങിയിട്ടുള്ളതെന്ന് നമുക്ക് ഫസ്റ്റ് പരിശോധിക്കാം. അപ്പൊ ഇതിൽ അടങ്ങിയിട്ടുള്ളതെന്ന് പറയുന്നത് വൈറ്റമിൻ സി, വൈറ്റമിൻ എ, വൈറ്റമിൻ കെ, അതേപോലെ റൈബോഫ്ലേവിൻ, തൈഅമീൻ, അതേപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം, പിന്നെ അതേപോലെ തന്നെ ആന്റി ഓക്സിഡൻസ്, നാച്ചുറൽ ഷുഗർ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓർഗാനിക് സൾഫർ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൈബർ റിച്ച് ആണ്. ഇത് മൊത്തം ഭയങ്കരമായിട്ട് ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ടുള്ള ഒരു ഡ്രൈ ഫ്രൂട്ടും കൂടിയാണ് ഈ ഒരു ഈന്തപ്പഴം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഈന്തപ്പഴത്തിൽ 81 കലോറീസ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലെ ഫാറ്റ് കണ്ടന്റ് വളരെ കുറവാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഗുണങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് കടക്കുന്ന സമയത്ത് നമുക്ക് മുടി തൊട്ട് തുടങ്ങുകയാണെങ്കിൽ മുടിയുടെ ഹെയർ ഗ്രോത്ത്, അതേപോലെ ഹെയർ ഫോളിക്കിൾസിന്റെ ഡാമേജ് ഒക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ് ഈ ഒരു ഈന്തപ്പഴം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഹൃദ്രോഗം ഒക്കെ ഉള്ള ആളുകളിൽ ഈ ഹൃദ്രോഗത്തിന്റെ ഒരു പ്രിവെന്റ് ചെയ്യാൻ എല്ലാ ആളുകളിനേക്കാൾ കൂടുതൽ വരുന്നത് തടയാനായിട്ട് നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഹൃദ്രോഗം. കാര്യം ഇതിൽ ഫൈബ്രസ് കണ്ടന്റ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൃദ്രോഗം തടയാനായിട്ട് നല്ലതാണ്. LDL കൊളസ്ട്രോൾ ഒക്കെ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും. HDL കൊളസ്ട്രോൾ കൂട്ടാനും ഇതുമൂലം കഴിയുന്നതാണ്. അതുകൊണ്ട് കൊളസ്ട്രോൾ ഉള്ള ആളുകളിൽ ഇത് കഴിച്ചാലും അവർക്ക് നല്ലതാണ്, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല, നല്ലതാണ് കഴിക്കുന്നത്. കാര്യം LDL കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ഇനാമലിന്റെ ഒക്കെ ആ ഒരു സ്ട്രോങ് ആയിട്ടിരിക്കാനായിട്ട്, അതിന്റെ ഇനാമലിന്റെ ഒരു ശക്തി വർദ്ധിപ്പിക്കാനൊക്കെ ഈ ഒരു ഈന്തപ്പഴം കൊണ്ട് കഴിയുന്നതാണ്. അതുപോലെ നമ്മൾക്ക് ഇപ്പൊ ഓസ്റ്റിയോപൊറോസിസ്, ഇപ്പൊ ഡീജനറേഷൻ ഒക്കെ ഉള്ള ചേഞ്ചസ് വരുന്ന, നമുക്ക് ബോണിനൊക്കെ വളരെ ശക്തി കുറവൊക്കെ അനുഭവപ്പെടുന്ന, ബോൺ ഡെൻസിറ്റി കുറയുന്ന അവസ്ഥയിലൊക്കെ നമുക്ക് ഈന്തപ്പഴം കഴിക്കാം. അതുപോലെ വാദസംബന്ധമായ പ്രശ്നങ്ങളില് ആമവാദം, രക്തവാദം, അത്തരം ബുദ്ധിമുട്ടുള്ള രോഗികൾക്കൊക്കെ ഈന്തപ്പഴം കഴിക്കാവുന്നതാണ്. വളരെ നല്ലതാണ്. ബോൺ ഡെൻസിറ്റി വർദ്ധിപ്പിക്കാനും ഡീജനറേഷൻ ഒക്കെ കുറച്ച് വാദം നല്ല രീതിയിൽ കുറച്ചു കൊണ്ടുവരാനൊക്കെ നമുക്ക് ഈ ഒരു ഈന്തപ്പഴം കൊണ്ട് കഴിയുന്നതാണ് കേട്ടോ. എല്ല് തേയ്മാനം, അത്തരം കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സ്കിന്നൊക്കെ നല്ല രീതിയിൽ അലർജി ഉണ്ട്, ഇച്ചിങ് ഉണ്ട്, അതേപോലെ തന്നെ റാഷസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഇത് ഒരു ഡെയിലി റുട്ടീൻ പോലെ നമുക്ക് ഡയറ്റിൽ ഇത് ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ. കാര്യം ഇതിൽ ഓർഗാനിക് സൾഫർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് സൾഫർ എപ്പോഴും സ്കിന്നിന്റെ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ നല്ലതാണ്. അതുകൊണ്ട് ഇത് ഉപയോഗിക്കാം. പിന്നെ ഏറ്റവും ഭയങ്കര ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ് ഉള്ളവർക്ക് മലബന്ധം കുറയ്ക്കാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഏറ്റവും കൂടുതലുള്ള ഒരു കാര്യമാണ് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് വളരെ നല്ലതാണ്. ഫൈബ്രസ് കണ്ടന്റ് കൂടുതലായതുകൊണ്ട് ഇമ്മ്യൂണിറ്റി നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതുപോലെ കാൽസ്യം കണ്ടന്റ് ഉള്ളത് കൊണ്ട് ബോൺ ഡെൻസിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോൺ ഡെൻസിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. പിന്നെ എക്സസ് ഫാറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് എക്സസ് ഫാറ്റ്, ഈ ഫൈബ്രസ് കണ്ടന്റ് നല്ല രീതിയിലുള്ളത് കൊണ്ട് ഫാറ്റ് നല്ല രീതിയിൽ കുറയ്ക്കും. അതുകൊണ്ട് തന്നെ വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡെയിലി റുട്ടീനിൽ അവർക്കിത് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നാച്ചുറൽ ഷുഗർ ആണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ പെട്ടെന്ന് ഒരു എനർജി ലോസ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അവിടെ കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഈന്തപ്പഴം എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ എനർജി ഇൻക്രീസ് ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ നമുക്കറിയാം, ഇപ്പൊ മുസ്ലിം സഹോദരന്മാരൊക്കെ നമ്മള് ഈ ഡയറ്റ്, അതായത് അവരുടെ ഫാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഫാസ്റ്റിംഗ് മുറിക്കുന്ന സമയത്ത് അവർ കഴിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡ്രൈ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഈന്തപ്പഴമായിരിക്കും. ഈന്തപ്പഴവും വെള്ളമായിരിക്കും അവർ കഴിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് എനർജി കൂട്ടുന്ന ഒരു സംഭവമാണ്. പെട്ടെന്ന് നമ്മുടെ ഒരു ഫാസ്റ്റിംഗ് മുറിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ എനർജി ലൂസ് ആവാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ഈന്തപ്പഴം നമ്മൾ കഴിക്കുന്നത്. ഓക്കെ,
അപ്പൊ ഇതിന് ഒരുപാട് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഗുണം ഇതിനുണ്ട്. അതുകൊണ്ട് അൽസീമേഴ്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ചെറിയ രീതിയിൽ ഓർമ്മക്കുറവുകളൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് തീർച്ചയായിട്ടും ധൈര്യപൂർവ്വം യൂസ് ചെയ്യാം. ഇത് നമ്മുടെ ഒരു ബ്രെയിൻ ടോണിക് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രൈ ഫ്രൂട്ട് ആണ് ഈ ഒരു ഈന്തപ്പഴം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓർമ്മശക്തി, മറവി രോഗമുള്ളവർക്കൊക്കെ ഇത് അതിനുവേണ്ടി പ്രതിരോധിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാം. ഈവൻ കുട്ടികളിലും നമുക്ക് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനായിട്ട് ഈന്തപ്പഴം ഡെയിലി കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കണ്ണിനൊക്കെ പ്രശ്നങ്ങളുള്ള ആളുകൾ, ഇപ്പം ബ്ലൈൻഡ്നെസ് ഒക്കെ ഉണ്ട്, പ്രത്യേകിച്ച് നിശാന്തത പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം ആളുകൾക്കൊക്കെ ഇത് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ വെള്ളെഴുത്ത് പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കും ഈ ഒരു ഈന്തപ്പഴം അവരുടെ ഡയറ്റ് റെജീമിൽ ഉൾപ്പെടുത്താനായിട്ട് കഴിയും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫ്രീ റാഡിക്കൽസ്, ഇപ്പോൾ നമുക്ക് ഫ്രീ റാഡിക്കൽസ് വന്ന് നമ്മുടെ ശരീരത്തിന്റെ ടോക്സിറ്റി വർദ്ധിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഫ്രീ റാഡിക്കൽസ് ഒക്കെ മാറി നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ശരീരം ഒന്ന് ശുദ്ധീകരിക്കാൻ, ടോക്സിറ്റി കുറയ്ക്കാനൊക്കെ നമുക്ക് ഈ ഒരു ഈന്തപ്പഴം യൂസ് ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഉണ്ട്, ടെൻഷൻ ഉണ്ട്, അതൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ആന്റി ഏജിങ്ങിന് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ പുരുഷന്മാർക്കൊക്കെ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസുകളൊക്കെ വരും. ഇപ്പൊ സ്പേം കൗണ്ട് കുറവാണ്, മോട്ടിലിറ്റി കുറവാണ്, സ്പേമിന്റെ മോട്ടിലിറ്റി കുറവാണ്, ക്വാളിറ്റി കുറവാണെന്നൊക്കെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പൊ അത്തരം പേഷ്യൻസിന് നമ്മൾ അവരോട് പറയുന്ന ഒരു ഡയറ്റ് റെജീമിൽ പറയുന്ന ഒരു ഒന്നാണ് ഈന്തപ്പഴം എന്ന് പറയുന്നത്. ഈന്തപ്പഴം നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മൾ പഥ്യത്തിലൊക്കെ. അത് അവർക്ക് ഒരുപാട് ഗുണം ചെയ്യാറുമുണ്ട് കേട്ടോ. അതുപോലെ സെല്ല് റിപ്പയറിംഗ് ഒക്കെ ചെയ്യാനായിട്ട് നല്ലതാണ്. അതുകൊണ്ട് തന്നെ ആന്റി ക്യാൻസറസ് ആണ്. നമുക്ക് ചില ക്യാൻസറുകളെ പ്രതിരോധിക്കാൻ വരെ നമ്മുടെ ഈന്തപ്പഴത്തിന് സാധിക്കും എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. കാര്യം സെൽ റിപ്പയർ ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കും. അപ്പൊ ഇത് എപ്പോഴും ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഈന്തപ്പഴത്തിനേക്കാളും നല്ലത് കുറച്ച് സോഫ്റ്റ്നെസ് ആയിട്ടുള്ള ഈന്തപ്പഴം. ഏറ്റവും കൂടുതൽ ഡ്രൈനെസ്സിലേക്ക് പോകും തോറും അതിന്റെ ആ ഒരു ക്വാളിറ്റി കുറച്ചിലുണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴമാണ് നമ്മൾ എപ്പോഴും കൂടുതലായിട്ട് കഴിക്കേണ്ടത്. അതുപോലെ വളരെ കറുത്തതിനായിരിക്കും ഏറ്റവും കൂടുതൽ ആരോഗ്യ ഗുണങ്ങൾ ഉള്ളത് കേട്ടോ. പിന്നെ ഇത് ഉപയോഗിക്കേണ്ട രീതിയിലേക്ക് നമുക്ക് പറയാം. ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത്, നമുക്ക് ചെറിയ കുട്ടികളിലൊക്കെ ആണെങ്കിൽ, നമുക്ക് ചെറിയ കുഞ്ഞുങ്ങള് നമ്മൾ ഭക്ഷണം കൊടുത്തു തുടങ്ങിയിട്ടില്ല, കുറുക്കുകളൊക്കെയാണ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ആ കുറുക്കിൽ നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1-2 എണ്ണം കുരു കളഞ്ഞ് നമുക്കിത് സോക്ക് ചെയ്ത് അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ കുഞ്ഞിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇപ്പൊ സ്ത്രീകളിലൊക്കെ ഈ ഒരു ബ്ലഡ് കൗണ്ട് കുറവാണ്, HB കൗണ്ട് കുറവാണെന്നുണ്ടെങ്കിൽ, അനീമിയ പോലത്തെ വിളർച്ച പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ലേഡീസിന് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ കാർഡിയാക് അറസ്റ്റ്, ഹൃദ്രോഗ സംബന്ധമായ പ്രശ്നങ്ങൾ ഒക്കെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. ക്യാൻസർ പ്രിവെന്റ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ എങ്ങനെ ഉപയോഗിക്കേണ്ട വിധമാണ് ആദ്യത്തത് ഞാൻ കുറുക്കിന്റെ കാര്യം പറഞ്ഞത് ചെറിയ കുഞ്ഞുങ്ങളില്. രണ്ടാമത്തത് എന്ന് പറഞ്ഞത് ചൂടുവെള്ളത്തിലിട്ടിട്ട് നമുക്ക് ഈ ഈന്തപ്പഴം ഒരു രാത്രി ഇട്ടിരിക്കാം. അതിനുശേഷം നമുക്ക് പിറ്റേന്ന് രാവിലെ അത് നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാം. വെള്ളത്തോട് കൂടി തന്നെ കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതിന്റെ ഗുണങ്ങൾ മൊത്തം കിട്ടാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിന്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും പേടിക്കേണ്ടതില്ല. അപ്പോൾ ഷുഗർ ഉള്ള രോഗികൾക്ക് കഴിക്കാമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഷുഗർ ഉള്ള രോഗികളാണെങ്കിലും ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ് ഇതിന്. ഏകദേശം ഒരു 40 ബിലോ ഉള്ളൂ, അത് 40 താഴെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ചോറിനൊക്കെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഇതിന്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ്. അപ്പൊ ഇത് നിങ്ങൾ 3 നേരവും ഇൻസുലിൻ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുന്ന ഒരു ഷുഗർ പേഷ്യന്റ് ആണെങ്കിൽ ഒരിക്കലും കഴിക്കരുത്. അല്ല, സാധാരണ മെഡിസിൻ മാത്രം എടുക്കുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കഴിക്കാം. ഇത് കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മറ്റ് പ്രോബ്ലംസ് ഒന്നും, ഷുഗർ സംബന്ധമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഷുഗർ പേഷ്യൻസിനും ഇത് വളരെ നല്ലതാണ് കഴിക്കുന്നത് കൊണ്ട്. കാര്യം ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് മറ്റ് ഫുഡുകളെ അപേക്ഷിച്ച് വളരെ കുറവ് മാത്രമേ ഇതിലുള്ളൂ. ഓക്കെ, പിന്നെ ഇത് എത്ര കഴിക്കണം, എത്ര ക്വാണ്ടിറ്റി കഴിക്കണം എന്നെല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്. ഇതെന്ന് പറയുന്നത് നമുക്കൊരു ഹാൻഡ് ഫുള്ള് കഴിക്കാം. അതായത് ഒരു കൈപ്പിടി നമുക്ക് ഈന്തപ്പഴം ഒരു ദിവസം കഴിക്കാവുന്നതാണ്. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. പ്രായമായവർക്ക്, ഇപ്പൊ ഒരു 60 വയസ്സിനൊക്കെ ശേഷമുള്ള ആളുകൾക്ക് 2-3 എണ്ണമൊക്കെ നമുക്ക് ഡെയിലി കഴിക്കാവുന്നതാണ് എന്നുള്ളതാണ് നമ്മുടെ പഠനങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈന്തപ്പഴത്തിന് ഒട്ടനവധി ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് കുട്ടികളായാലും മുതിർന്നവരായാലും ഡയറ്റില് നമ്മൾ ഈന്തപ്പഴം ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് കേട്ടോ. അപ്പോ നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. നിങ്ങളുടെ സംശയങ്ങള് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ലൈവ് സെക്ഷനുകളിൽ ഇൻവോൾവ് ആവുക, ഇന്ററാക്റ്റീവ് ആവുക, കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് മടി കാണിക്കരുത് കേട്ടോ. അതേപോലെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആയുർവേദ ചികിത്സയോ ഔഷധങ്ങളോ വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഞാൻ താഴെ ക്ലിനിക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാവുന്നതാണ് കേട്ടോ. ബൈ.